കാനഡയും ഡെൻമാർക്കിലെ ഗ്രീൻലാൻഡ് ദ്വീപും പിടിച്ചെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിജ്ഞയെടുത്തിരുന്നു. എന്നാൽ അമേരിക്കയിലെ പൊതുജനങ്ങളിലെ ബഹുഭൂരിപക്ഷം അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനത്തെ വളരെ ശക്തിയായി എതിർക്കുന്നുണ്ടെന്നാണ് സർവേ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. 2024 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷമുള്ള ട്രംപ് ഗ്രീൻലാൻഡിനെയും കാനഡയും കൂട്ടിച്ചേർക്കുന്നത് തന്റെ വിദേശ നയത്തിന്റെ കേന്ദ്ര ബിന്ദുവായാണ് കൂടുതലും കണക്കാക്കുന്നത്. മാത്രമല്ല, സൈനിക അധിനിവേശത്തെക്കുറിച്ച് അദ്ദേഹം ഗ്രീൻലാൻഡിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. കാനഡയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടക്കുന്ന താരിഫ് യുദ്ധം അമേരിക്കയിൽ ചേരാൻ നിർബന്ധിക്കുന്നതിനായി രാജ്യത്തെ മുട്ടുമടക്കുന്നതിനുള്ള ഒരു ഉപകരണമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ യാഹൂ ന്യൂസും യുഗോവും നടത്തിയ ഒരു സർവേ അനുസരിച്ച് കാനഡയും ഗ്രീൻലാൻഡും കൂട്ടിച്ചേർക്കാനുള്ള ട്രംപിന്റെ പദ്ധതിയെ 20% താഴെ അമേരിക്കക്കാർ മാത്രമേ പിന്തുണയ്ക്കുന്നുള്ളൂ എന്നാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിനെ അനുകൂലിച്ചുകൊണ്ട് 19% അമേരിക്കക്കാരും കാനഡ പിടിച്ചെടുക്കുന്നതിനെ അനുകൂലിച്ചുകൊണ്ട് 17% അമേരിക്കക്കാരുമാണ് രംഗത്തെത്തിയെന്നാണ് സർവേയിൽ വെളിപ്പെടുത്തുന്നത്. ട്രംപ് ഭൂഖണ്ഡങ്ങൾ കടന്ന് കൂട്ടിച്ചേർക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത പ്രദേശങ്ങളിൽ ഗ്രീൻലാൻഡും കാനഡയും 2 പ്രധാനപ്പെട്ട ഇടങ്ങളിലായിട്ടാണ് നിലനിൽക്കുന്നത്. ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ പനാമ കനാലും പശ്ചിമേഷ്യയിലെ ഗാസ മുനമ്പും കൂട്ടിച്ചേർക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞയെടുത്തിരുന്നു. ഈ സാഹചര്യങ്ങൾക്കൊക്കെ ഇടയിൽ അമേരിക്കയെ മഹത്തരമാക്കാൻ ട്രംപ് നടത്തുന്ന സാമ്പത്തിക നീക്കങ്ങൾ അമേരിക്കയ്ക്ക് തന്നെ പണിയാകുമെന്ന ചർച്ചകളും അമേരിക്കയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. താരിഫ്, ഫെഡറൽ ഗവൺമെന്റ് പിരിച്ചുവിടൽ, നികുതി ഇളവുകൾ എന്നിവ ഉൾപ്പെടുന്ന ട്രംപിന്റെ സാമ്പത്തിക വ്യാപാര നയങ്ങൾക്ക് അമേരിക്കയിൽ സ്റ്റാഗ്ഫ്ലേഷൻ സൃഷ്ടിക്കാൻ കഴിയുന്നതാണ്. സാമ്പത്തിക വളർച്ചയുടെ മുരടിപ്പും ഉയർന്ന തൊഴിലില്ലായ്മയും നിരന്തരമായ പണപ്പെരുപ്പത്തോടൊപ്പം നിലനിൽക്കുന്ന ഒരു സങ്കീർണമായ പ്രതിഭാസമാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്നതുകൊണ്ട് കൂടുതലും അർത്ഥമാക്കുന്നത്. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി 2023 നവംബറിൽ അമേരിക്കൻ AI ക്രെഡിറ്റ് റേറ്റിംഗ് അത്ര നല്ല അഭിപ്രായമായിരുന്നില്ല കൂടുതലും നൽകിയിരുന്നത്.